ഹായ് അസ്സാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. ഇന്നിതാ നമ്മൾ എല്ലാവരും കൂടിയിട്ടൊരു സ്ഥലം വരെ പോവുകയാണ്. എൻ്റെ കൂടെ ഇതാ കേശ, കിയാൻ, കെൻസ്, കൈഫ്, നിഷ്കാക്ക അങ്ങനെ എല്ലാവരും ഉണ്ട്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെലിവറി ആണെന്ന്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. നമ്മളെ കൂടെ ഇതാ ഉപ്പയുണ്ട്. നമ്മളിതാ തിരൂർക്കാണ് വന്നിട്ടുള്ളത്. തിരൂരിലെ നെക്സൻ്റെ ഷോറൂമിൽ നിന്നാണ് കാർ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ കാർ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ കുറച്ചായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിലും വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, അതിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ AI റിലേറ്റഡ് കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആക്ച്വലി എന്താണ് ഈ AI? അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? കുട്ടികളുടെ പഠനത്തിനൊക്കെ സഹായിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ അതിന് കുറേ ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ടൂൾസൊക്കെ വേണം. അതെന്തൊക്കെയാണ്? അങ്ങനെ നമ്മളുടെ കുറേ ഡൗട്ട്സുകൾ ക്ലിയർ ആവാനുണ്ടാവും. ഈ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പേർട്സ് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ വെബിനാർ നമുക്ക് ഫ്രീ ആയിട്ടാണ് ആൽബഡോ ഒരുക്കി തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ കയറിയിട്ട് വെബിനാറിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും യൂസ്ഫുൾ ആവും. ഓക്കെ, നമ്മളെ കാർ ഇതാ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഏതാ കാർ എന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? പിന്നെ അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു ഷേപ്പൊക്കെ കണ്ടപ്പോൾ അല്ലേ. അപ്പോൾ ഇവിടെ ഇതാ കുറച്ച് പേപ്പേഴ്സൊക്കെ ഒന്ന് സൈൻ ചെയ്യാനും ഒക്കെ ക്ലിയർ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇതാ ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ട്. ഇഷ്കാക്ക എനിക്ക് കുറച്ച് മുമ്പ് ഈ ജിംനീൻ്റെ ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഗ്രീൻ കളറായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രീൻ കളറിനോട് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിൻ്റെ തന്നെ റെഡും കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു രണ്ട് കളേഴ്സിനോടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ നമുക്കത് രണ്ടും കിട്ടിയില്ല.
അങ്ങനെ ഇതാ ബ്ലാക്കാണ് ബുക്ക് ചെയ്തത്. ജിംനീൻ്റെ ആ ഒരു ലുക്ക് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. ഒരു ചെറിയ ക്യൂട്ട് വണ്ടിയാണ്, പിന്നെ ഓഫ് റോഡ് വെഹിക്കിളും ആണല്ലോ, അപ്പോൾ നമുക്ക് അത്യാവശ്യം യാത്ര ചെയ്യാനും ഒക്കെ നല്ലതാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് സെലക്ട് ചെയ്തത്. കാർ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ. ഓക്കെ, അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതാ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. തിരൂർ കലീസിലേക്കാണ് വന്നിട്ടുള്ളത്. നിഷ്കാക്കി ഉപ്പയൊക്കെ ഇതാ മീൽസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാനും കുട്ടികളും ബിരിയാണിയും. അവിടുന്ന് ഇതാ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാറിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് അവർ തന്ന ഗിഫ്റ്റ്. അപ്പോൾ ഞാനിതാ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഹലോ, അങ്ങനെ നമ്മളിതാ ജിംനിയായിട്ട് ഒരു ഡ്രൈവിന് ഇറങ്ങിയതാണ്. ഇഷ്കാക്കാന്റെ അഭിപ്രായം ഒന്ന് ചോദിച്ചോക്കാം, എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത്. എങ്ങനെയുണ്ട് വണ്ടി? നമ്മളെ മറ്റേ വണ്ടിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ വണ്ടിയാണ്. നമ്മളെ എക്സ്യുവിനായിട്ട് കമ്പയർ ചെയ്യുന്നത്. അത് നമ്മൾ ഉള്ളിൽ കയറിയാൽ തന്നെ ഒരു ഭയങ്കര സ്പേഷ്യസ് ആണ്. പിന്നെ നല്ല കംഫർട്ടും അതുപോലെ തന്നെ കുറേ ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. അതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് കമ്പയറബിൾ അല്ല, രണ്ടും രണ്ട് വണ്ടികളാണ്. അതിന് വിലയിലും കാര്യമായ മാറ്റം ഉണ്ടല്ലോ. ഇതിൻ്റെ ഒരു കമ്പാരിസൺ എല്ലാവരും ചെയ്ത് താറുമായിട്ടാണ്, മഹീന്ദ്ര താറുമായിട്ടാണ്. അപ്പം താറുമായി വെച്ച് നോക്കുകയാണെങ്കിലും അതിനേക്കാളും കുറച്ചുകൂടി പവർ കുറവും പിന്നെ സ്പേസ് കുറവും ഫീച്ചേഴ്സ് കുറവും ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് ജിംനി. പക്ഷേ ഈ ജിംനിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, നമ്മൾ സാധാരണ ഞാൻ XUV 700 നമ്മളെടുത്തത് നമ്മളൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയാം അല്ലേ. നമ്മൾ കണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് അത്രയും കാര്യങ്ങൾ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നി അങ്ങനെ എടുത്തതാണ്. പക്ഷേ ഈ വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ജിംനിനെ പറ്റി പറയുകയാണെങ്കിൽ ലവ് അറ്റ് ലാസ്റ്റ് സൈറ്റ് ആണ് അല്ലേ.
അതായത് ആദ്യമൊന്നും ഇഷ്ടമില്ല, പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി, പ്രായോഗികതയെ പറ്റിയൊക്കെ ചിന്തിച്ച്, അതുപോലെ അത് എടുത്തവരുടെ റിവ്യൂകൾ പൊതുവെ എടുത്തവർക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതുകൊണ്ടൊക്കെ അങ്ങനെയുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇതിനെ നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ കുറേ യാത്ര ചെയ്യുന്നവരാണ്, നമ്മളെ വ്ളോഗൊക്കെ കണ്ടവർക്ക് അറിയാലോ, ഇഷ്ടംപോലെ യാത്രയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ യാത്രയിൽ നമ്മൾ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും താറ് വലിയ റേറ്റ് വ്യത്യാസമില്ലല്ലോ, അങ്ങനെ ചിന്തിക്കാം. പക്ഷെ നമ്മളിത് എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനില്ലാത്ത സമയത്തൊക്കെ ക്ലിനിക്കിലിരിക്കുമ്പോഴൊക്കെ റിഫിക്ക് വണ്ടി ഉപയോഗിക്കണമെങ്കിൽ ഇതാണ് കുറച്ചും കൂടി സൗകര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ ചെറുതാണ് ഇത്, ശരിക്കും 5 സീറ്റ് മറ്റേ വണ്ടിയിൽ നമുക്ക് ബാക്കിൽ സെന്റർ സീറ്റിൽ നമുക്ക് ഒരു 4 പേരൊക്കെ സുഖമായിട്ട് ഇരിക്കാം. പക്ഷെ ഇതിൽ 2 പേര് ഇരിക്കാൻ പറ്റുള്ളൂ. 4 സീറ്റർ വെഹിക്കിളാണിത്. പിന്നെ ഒരു ചെറിയ വണ്ടിയാണ്, നമുക്ക് ലേഡീസിനൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ നല്ല സുഖമാണ്. നമുക്ക് 4 വീൽ ഡ്രൈവ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് പിന്നെ ഓഫ് റോഡായിട്ടും ഏത് റോഡിലൂടെ പോകാനൊക്കെ നല്ല ഓഫ് റോഡ് കാപ്പബിലിറ്റി ഉള്ളൊരു വണ്ടിയാണ്. ഇതൊക്കെയാണ് ഇത് സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലേഡീസിന് റിഫിക്ക് അത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവും എന്നുള്ളതോടുകൂടിയാണ് നമ്മൾ ഇതിലേക്ക് പോയത്. വണ്ടി മോശമൊന്നുമില്ല, നല്ല സ്മൂത്താണ്, നല്ല പവർ ഉണ്ട്, പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉഷാറാണ് എന്നുള്ളതാണ്. ഈ ബാക്കി നമ്മൾ ഓടിച്ച് ഒരു ഓഫ് റോഡൊക്കെ പോയിട്ട് നമുക്ക് പിന്നീട് ഉണ്ടാവുമ്പോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്തായാലും നമ്മളന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു, അന്ന് ഓക്കെയാണ്. ഇപ്പോഴും അതെ, ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് എവിടെയും കൊണ്ടുപോകാന്നുള്ളതാണ്. വളരെ ചെറിയ വണ്ടിയാണ്. അത് ബാക്ക് നോക്ക്, 2 കുട്ടികൾ ഇരുന്നപ്പോൾ തന്നെ അത് ഫുള്ളായി. നമ്മൾ 4 മക്കള് പിന്നെ വരുമ്പോഴൊക്കെ ഇത് കറക്റ്റാണ്, എന്നാലും കുറച്ച് ടൈറ്റാണ്. ഇപ്പോൾ ഉപ്പ വരികയാണെങ്കിലൊക്കെ നമ്മൾ മറ്റേ വണ്ടി എടുക്കുകയാവും നമുക്ക് കുറച്ചും കൂടി സൗകര്യം എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഞാനില്ലാത്ത സമയത്ത് റിഫിക്ക് എവിടെയെങ്കിലും പോകാനും പൊന്നാനി പോകാനും ഒക്കെ പിന്നെ ഡിപ്പെൻഡ് ചെയ്യണ്ട എന്നുള്ളതാണ് അതിൽ കാണുന്നത്. ട്രിപ്പൊക്കെ പോട്ടെ, നമുക്ക് ഏത് സ്ഥലത്തേക്കും വിശ്വസിച്ച് കൊണ്ടുപോകാം. അതാണ്. പിന്നെ ഇതിൽ മറ്റുള്ളതിനെ അപേക്ഷിച്ച് യൂട്ടിലിറ്റി സ്പേസുകൾ കുറേ കുറവാണ്. ഇപ്പം അതൊക്കെ കുറച്ചുണ്ട്, അങ്ങനെയുള്ളൂ. താറിനേറ്റും കമ്പയർ പവറിന്റെ കാര്യത്തിലൊക്കെ ചിലര് ഇത് എടുക്കണ ചോദിച്ചപ്പോ പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങൾക്ക് താർ എടുത്താ പോരെ, താറാണ് ഇതിനെക്കാട്ടി നല്ലത് എന്ന് പറഞ്ഞു. റേറ്റ് മാറ്റല്ലേ അല്ലേ? കുറച്ച് കൂടുതൽ തന്നെയാണല്ലോ. അല്ല, ഇതെന്താ വെച്ചാൽ നമ്മളിത് ഫസ്റ്റ് ഹാൻഡ് എടുക്കുമ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് താർ എടുത്തൂടെ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു, സൈസ്, അതുപോലെ റിഫിക്ക് കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പം. പിന്നെ പൊന്നാനിയിലെ ജയം റോഡിലൂടെയുള്ള യാത്ര ചെറിയ റോഡാണ്, അതിലൂടെ പോകുമ്പോ ഉള്ള അതൊക്കെ അതിനൊക്കെ ഇതാണ് നല്ലത്. അത് സത്യം പറയുകയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പോണ വഴിയിലൂടെയൊക്കെ ആ ഒരു സ്പേസ് ഒക്കെ ഇതിന് മതി, കുറച്ചും കൂടി അധികം മതി, അത്രയുണ്ട്. ഓക്കെ, ബാക്കി ഇനി ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് എപ്പോഴും ട്രിപ്പ് പോകുമ്പോഴൊക്കെ പറയാം, ഒരു ഓഫ് റോഡ് പോകുമ്പോൾ. ഓക്കെ, അപ്പൊ നമ്മള് രാത്രി ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഇറങ്ങിയതാണ്. നമ്മള് സിസ്റ്റേഴ്സിന്റെ വീട്ടിലേക്ക് യൂണിവേഴ്സിറ്റി ഭാഗത്താണ്, പള്ളിക്കൽ ബസാർ യൂണിവേഴ്സിറ്റി ഒക്കെ, അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെറുതെ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. ഓക്കെ, ബാക്കി ബാക്കില് 2 ആൾക്കാരുണ്ട് കേട്ടാ, കൈഫ് ആൻഡ് കെയ്ഷ ഉണ്ട്, 2 പേരും ഉറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുണ്ടല്ലോ പള്ളിക്ക ബസാർ എത്തിയപ്പോൾ ഇവരെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ, അവിടെയാണ് വീട്. അപ്പോൾ വണ്ടിന്റെ ഫ്രണ്ടിലുണ്ടാവും പുതിയ വണ്ടിയൊക്കെ ആയിട്ടൊന്ന് കാണിച്ചു കൊടുക്കാച്ചിട്ട് പോയപ്പോ എന്താ ചെയ്യാ, വിളിക്കട്ടെ. കാക്കാൻ്റെ സിസ്റ്റർ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ അവരെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല, റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇവിടുന്ന് കണ്ടുപോവാണ്.
ഇവിടുന്ന് പിന്നെ ഇതാ നമ്മൾ അടുത്ത ആളെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ സിസ്റ്റർ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. യൂണിവേഴ്സിറ്റിയാണ് ഇവരെ വീട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഇവിടെ ഇതാ ഹനീഷ് കാക്കാൻ്റെ സിസ്റ്റർ റഫീദ് താത്തയും അളിയനും പിന്നെ കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വണ്ടിയൊക്കെ ആയിട്ട് പുറത്ത് പോയി. പിന്നെ ഇവിടെ നമ്മൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ കാർ എടുത്ത ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.